ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനോട് പല രാഷ്ട്രീയ പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അതിലേറ്റവും പ്രധാനം ബംഗാൾ ഘടകം തന്നെയാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി ഒരു സന്ധിയില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഇടതുമുന്നണി കൃത്യമായി വ്യക്തമാക്കിയതാണ്. എന്നിട്ടും കോൺഗ്രസ് ചെന്ന് ഒട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാൽ മമതാ ബാനർജി എന്ന കൃത്യമായി ഒരു ഐഡിയോളജി പോലും വ്യക്തമായി പറയാതെ എന്നും ബൂത്തുപിടുത്തവും അതുപോലെ അക്രമ രാഷ്ട്രീയവും കണ്ടാടുന്ന അവരുടെ പാർട്ടിക്ക് മേലും കീഴും നോക്കാനില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു രീതിയിലും അവർ മറ്റുള്ളവരുമായി സന്ധിയോ സമാധാനമോ ചെയ്യുന്നവരല്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ ആം വെരി റഫ് ആൻഡ് ടഫ് എന്നുള്ളത്. അത് മിതവാദികളുടെ ഒരു ന്യായമല്ല. എന്നും ഫാസിസത്തെ അനുകൂലിക്കുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. അവർക്ക് അവർ മാത്രമാണ് ശരി എന്ന രീതിയിലാണ് പോകുന്നത്. ഇതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചെയ്യുന്നത്. BJP-യുടെയും തൃണമൂലിൻ്റെയും കൃത്യമായ അടിസ്ഥാന തത്വം ഒന്ന് തന്നെയാണ്. അതായത് എതിരാളികളെ നിഷ്പ്രഭമാക്കാൻ എന്ത് രീതിയിലും ഏത് രീതിയിലുള്ള പ്രയോഗവും ഉപയോഗിക്കുക. അങ്ങനെയുള്ള മമതാ ബാനർജിയുമായി ഇനി സന്ധി ചെയ്യേണ്ട എന്നുള്ളതാണ് ബംഗാൾ ഘടകം കോൺഗ്രസ് കൃത്യമായി ആവശ്യപ്പെടുന്നത്. ബംഗാളിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസിനോട് BJP എതിർത്ത് നിൽക്കുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായി അടുക്കാതിരിക്കുക. കോൺഗ്രസ് വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ മാത്രമേ മമതാ ബാനർജി നോക്കുകയുള്ളൂ. മറിച്ച് രീതിയില്ല. ബഹ്റാംപൂരിൽ നിന്നും മത്സരിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് ജയിച്ച അധീർ രഞ്ജൻ ചൗധരിക്ക് അറിയാം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിൻ്റെ പാട് കോൺഗ്രസിന് എന്തുമാത്രം ബാലികേറാമലയാണ് വെസ്റ്റ് ബംഗാളിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷവുമായി സഹകരിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് അധീർ രഞ്ജൻ ചൗധരി നന്നായി മനസ്സിലാക്കുന്നുണ്ട്. മഹാറാലി തന്നെയാണ് DYFI കൊൽക്കത്ത നഗരത്തിൽ നടത്തിയത്. ആ റാലി എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണു തുറപ്പിച്ച ഒരു കാര്യമാണ്. ഇൻസാഫ് റാലി. അത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ഒരുമിച്ച് നിന്നാൽ അവിടെ നേട്ടങ്ങൾ കൊയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരച്ചു വയ്ക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഏറിയ പങ്കും കഴിയുന്ന രീതിയിലേക്കാണ് ഈ രീതിയിൽ ഒരു റാലി സംഘടിപ്പിക്കുന്നത് വഴി അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPIM-ഉം ശക്തമായി നിന്നാൽ അവിടെ മമതാ ബാനർജിക്കെതിരെയും അതുപോലെ തന്നെ BJP-ക്കെതിരെ, അതായത് സുവേദു അധികാരിയും ദിലീപ് ഘോഷും അടങ്ങുന്ന BJP-ക്കെതിരെ ശക്തമായി തന്നെ അവിടെ പോരാടാൻ കഴിയും. കഴിഞ്ഞ തവണ ലോക്സഭയിൽ 18 സീറ്റുകളാണ് BJP നേടിയത്. അതിന് കാരണമായത് ഈ പറയുന്ന തൃണമൂൽ രാഷ്ട്രീയത്തിൻ്റെ അക്രമം അത് സഹിക്കവയ്യാതെ തന്നെയാണ്. എന്നാൽ മറ്റൊരു ബദൽ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ വീണ്ടും CPIM-ഉം കോൺഗ്രസും ഉദിച്ചു വരികയാണെങ്കിൽ, ശക്തമായി വരികയാണെങ്കിൽ CPIM-നെയും കോൺഗ്രസിനെയും തടുക്കാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരു മുന്നേറ്റമാണ് ഇടതുപക്ഷം കൃത്യമായി നീക്കി വെക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.